നമസ്തേ, സ്വാഗതം ബി2 ഓർഗാനിക്സിൻ്റെ 181ാമത് എപ്പിസോഡിലേക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സസ്യം നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് റബ്ബർ അടുത്ത് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം പരിചിതമായിട്ടുള്ള ഒന്നാവും കേട്ടോ. റബ്ബറിലെ പയർ അല്ലെങ്കിൽ തോട്ടപ്പയർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പയറാണ് ഇത്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് റബ്ബറിൻ്റെ അടിവളമായിട്ട് ഇട്ടിട്ട് വെട്ടിയിട്ട് കൊടുക്കാനാണ് കേട്ടോ. കാരണം റബ്ബറിൻ്റെ പാല് കൂടാനും അങ്ങനെ പല ആവശ്യങ്ങൾക്കുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് റബ്ബർ തോട്ടങ്ങളിലാണ് സാധാരണ ഇത് കണ്ടുവരാറെന്ന്. പിന്നെ റബ്ബറും തോട്ടത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് പടർന്ന് പിടിച്ച് വേഗം ഉണ്ടായിക്കോളും. ഇത് പശുക്കൾക്ക് പാല് കൂടും എന്നുള്ളത് കൊണ്ട് ഈ ക്ഷീര കർഷകർ അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്നവരും വന്ന് അരിഞ്ഞു കൊണ്ടുപോകാറുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചടയൊക്കെ പോലെ തന്നെയുള്ള ഒരു റിസൾട്ട് ഇതിൻ്റെ ഇലയ്ക്കും ഉണ്ട് അത്രേ. മുറിയായി കഴിഞ്ഞു വെച്ചാൽ ഇല ഞെരടിയിട്ട് മുറിയമ്പിൽ വെച്ച് കഴിഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ നീര് വെച്ച് കഴിഞ്ഞു വെച്ചാൽ മുറിയൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നതാണ് പറയണത് കേട്ടോ. പിന്നെ പനിയുള്ള സമയത്തൊക്കെ ഇതിൻ്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച മേലക്കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ മേലും കൈയും വേദനയൊക്കെ മാറുന്നും നാട്ടിൻപുറത്തൊരു പ്രചാരമുണ്ട്. എത്ര തന്നെ ആയാലും അതിൽ നമുക്ക് കാണാം വയലറ്റ് പൂക്കൾ കാണാം, ഓരിലടയൊക്കെ പോലുള്ള ഇലകളും കാണാം. പോരാത്തതിന് കോഴിപ്പയർ എന്ന് പറയും നാട്ടിൻപുറത്ത്. ആ കോഴിപ്പയറിൻ്റെ പോലുള്ള പയറുകളും കാണാം. അതാണ് അതിൻ്റെ വിത്ത്. അതിൽ നിന്നാണ് അത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഒരെണ്ണോ രണ്ടെണ്ണോ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ആ പ്രദേശം മുഴുവനും പടർന്നു പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതാണ് കേട്ടോ. എത്രയാളും നൈട്രജൻ സമ്പുഷ്ടമാണ്. എല്ലാത്തരം കൃഷികൾക്കും നല്ലതാണ്. നമ്മളത് വെറുതെ റബ്ബറിന് മാത്രം എന്ന് പറയേണ്ട ആവശ്യമില്ല. എല്ലാ കൃഷികൾക്കും ഇതിൻ്റെ ഇല വെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈട്രജൻ കണ്ടൻറ്റ് കൊണ്ട് സമൃദ്ധമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിചയപ്പെടുത്തുന്ന സസ്യം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.